തൃത്താലയിൽ കോൺഗ്രസിനെ വെട്ടിലാക്കി മുൻ KPCC അംഗവും ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന കെ മുഹമ്മദ് LDF നിയോജക മണ്ഡലം കൺവെൻഷനിലെത്തി. കഴിഞ്ഞ 50 വർഷക്കാലം കോൺഗ്രസിനായി പ്രവർത്തിച്ച താൻ ഇനി LDF സ്ഥാനാർത്ഥി MP രാജേഷിന്റെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 4ാം തവണയും മത്സരിക്കാനിറങ്ങുന്ന VT ബൽറാമിന് അധികാരഭ്രമമാണെന്നും മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയ MP രാജേഷ് മൃഗീയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൺവെൻഷൻ വേദിയിലെത്തിയ കെ മുഹമ്മദിനെ CPM കേന്ദ്ര കമ്മിറ്റി അംഗം കെ രാധാകൃഷ്ണൻ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. ഒരു കാര്യം മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. കഴിഞ്ഞ 5 വർഷക്കാലം തൃത്താലയുടെ ചരിത്രത്തിൽ ഏറ്റവും നല്ല രീതിയിൽ വികസന പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ബഹുമാന്യനായ ശ്രീ MP രാജേഷ് വീണ്ടും നിയമസഭയിലേക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചു പോകണം. അതിന് നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ പറയുന്നുള്ളൂ. മാത്രമല്ല, വികസനം എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിലും കല്യാണ ആൽബത്തിലുമല്ല, രാജ്യത്താണ് എന്ന് അദ്ദേഹം കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് ഇവിടെ തെളിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നമുക്ക് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകണം. അത് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. നമ്മളെപ്പോലെ ഈ പാർട്ടിക്ക് വേണ്ടി 19 വർഷം പ്രവർത്തിച്ച നമ്മളെ കറിവേപ്പില പോലെ പുറത്തിടാൻ ഒരു മടിയും കാണിക്കാത്ത ഇവരുടെ അനീതിക്കെതിരെ, അതുപോലെ 5 വർഷക്കാലം തൃത്താലയുടെ വികസനം എന്താണെന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്ത ഒരു സ്ഥാനാർത്ഥിയാണ് MP രാജേഷ് ഇവിടെ മത്സരിക്കുന്നത്. അത് ഫേസ്ബുക്കിലും കല്യാണ ആൽബത്തിലും അല്ല വികസനം എന്ന് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ചെയ്തു കാണിച്ചിട്ടുണ്ട് നിയോജക മണ്ഡലത്തിൽ. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ തവണത്തെക്കാൾ മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടി MP രാജേഷ് തെരഞ്ഞെടുക്കുമെന്ന വിശ്വാസം എനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിൽ നമ്മളെ കുടുംബങ്ങളോ ആളുകളല്ലല്ലോ നോക്കേണ്ടത്, പൊതുജനല്ലേ വോട്ട് ചെയ്യേണ്ടത്. അവരുടെ ഭാഗത്തുനിന്ന് സഹകരണം ഉണ്ടാകും. അതിനൊക്കെ ഞങ്ങളും ഒപ്പം അദ്ദേഹത്തോടൊപ്പം തോളോട് തോള് ചേർന്ന് ഉണ്ടാകും. അതേ പറയാം.